everyone, welcome back to Baby's Magic Desk. എൻ്റെ കഴിഞ്ഞ ബട്ടർ ക്രീം കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മാക്രോൺസിൻ്റെ റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ മാക്രോൺസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വിസ് മാക്രോൺസ് ആണ് ഉണ്ടാക്കുന്നത്. 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കാൻ എളുപ്പമാണ് മെഷർമെൻറ്റ്സൊക്കെ. ഗ്രാനുലേറ്റഡ് ഷുഗർ 75 ഗ്രാംസ്, എഗ് വൈറ്റ് 80 ഗ്രാംസ്, ഐസിങ് ഷുഗർ 85 ഗ്രാംസ്, ആൽമണ്ട് ഫ്ലോർ 95 ഗ്രാംസ്. ഈസി അല്ലേ ഓർത്തിരിക്കാൻ? 75, 80, 85, പിന്നെ ഒന്ന് സ്കിപ്പ് ചെയ്ത് 95. ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻസിനൊക്കെ 5 ഗ്രാംസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ലാസ്റ്റ് മാത്രം 10 ഗ്രാംസ് വരുന്നുണ്ട് അല്ലേ. ആദ്യം തന്നെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റ് മാറ്റി നമുക്ക് ആവശ്യമുള്ളത് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ജാറിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എഗ് വൈറ്റ് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, മെഷർ ചെയ്തിട്ടില്ല. ഇനി ആദ്യം മെഷർ ചെയ്യുന്നത് ആൽമണ്ട് ഫ്ലോർ ആണ്. 95 ഗ്രാംസാണ് ആൽമണ്ട് ഫ്ലോർ വേണ്ടത്. അപ്പോൾ നമുക്കൊരു കിച്ചൺ സ്കെയിൽ എന്തായാലും അത്യാവശ്യമാണ് മാക്രോൺസൊക്കെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഗ്രാംസിൽ തന്നെ മെഷർ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. കപ്പ് മെഷർമെൻറ്റിൽ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ 95 ഗ്രാംസ് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുക. ഇനി മെഷർ ചെയ്യുന്നത് ഐസിങ് ഷുഗറാണ്. ഐസിങ് ഷുഗർ നമുക്കൊരു 85 ഗ്രാംസാണ് വേണ്ടത്. അപ്പോൾ അതും കൂടെ മെഷർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 5% എടുത്ത് മാറ്റുക. അത് മാറ്റിയിട്ട് അതിന് പകരം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മാക്രോൺസിന് ഹോളോ ഷെൽസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങളതിന് എടുത്ത് മാറ്റി അത്രയും എമൗണ്ട് കോൺഫ്ലോർ അതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്രാനുലേറ്റഡ് ഷുഗർ 75 ഗ്രാംസ് വേണം. അതൊന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ജാറിലാവുമ്പോൾ ആ ഒരു ക്ലിപ്പില്ലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആവശ്യത്തിനുള്ള എമൗണ്ട് കട്ടാക്കാൻ പറ്റും അത് പ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് നേരത്തെ അതിലോട്ട് മാറ്റിയത്. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സാധാരണ എഗ് വൈറ്റ് നമ്മൾ എടുത്തൊഴിക്കുമ്പോൾ നമുക്ക് വേണ്ട എമൗണ്ടിൽ നമുക്ക് നിർത്താൻ പറ്റില്ല, ഒന്നിച്ചങ്ങ് വീണു പോകും പാത്രത്തിൽ. അപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതൊരു 80 ഗ്രാംസ് മെഷർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ പൗഡേർഡ് ഷുഗറും ആൽമണ്ട് ഫ്ലോറും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിൽ നല്ല ഫൈനായിട്ടുള്ള തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടുള്ള പൗഡറി ആയിട്ടുള്ള മിക്സ് വേണം നമുക്ക് കിട്ടാൻ. എന്നിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഫ്ലോർ ആയിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞൊന്ന് ഉണക്കിയിട്ട് എടുത്ത് പൊടിച്ചാൽ മതി. ഒരു ഇത്തിരി കോൺഫ്ലോറും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുത്താൽ വല്ലാണ്ട് ഓയിൽ സെപ്പറേറ്റ് ആയി വരില്ല. പിന്നെ ഓയിൽ സെപ്പറേറ്റ് ചെയ്യാതെ നോക്കിയിട്ട് വേണം പൊടിക്കാൻ കേട്ടോ. ഇനി ആൽമണ്ടും പൗഡേർഡ് ഷുഗറും കൂടെ നമ്മളൊന്ന് അരിച്ചെടുക്കുമ്പോൾ എന്തായാലും അതിനകത്ത് ഇതുപോലെ ആൽമണ്ടിൻ്റെ തരികൾ വരും. അത് ഫോഴ്സ് ചെയ്ത് അതിലോട്ടാക്കാൻ നിൽക്കേണ്ട. അതൊന്നുകൂടെ ഒന്ന് എടുത്ത് പൊടിച്ച് ചേർത്ത് എടുത്താൽ കുറച്ചുകൂടെ നമുക്കതിൽ നിന്ന് ഫൈൻ പൗഡർ എടുക്കാൻ പറ്റും. അരിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ എഗ് വൈറ്റിൽ ഷുഗർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് എടുത്ത് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്ത് അതിൽ തന്നെ ഷുഗറും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു ഡബിൾ ബോയിലർ സെറ്റപ്പ് ചെയ്യണം. കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്ത് അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് അതിലോട്ട് ഈ എഗ് വൈറ്റിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഡബിൾ ബോയിലർ സെറ്റപ്പ് ചെയ്യുമ്പോൾ ആ വെള്ളം മുകളിൽ വെച്ചിട്ടുള്ള പാത്രത്തിൽ ഡയറക്റ്റ് തട്ടരുത് കേട്ടോ. കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് കുക്കായി പോവും. എഗ് വൈറ്റ് കുക്കായി പോകാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ്ചറൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ടെമ്പറേച്ചർ ഒരു 45 ഡിഗ്രി ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാം. ടെമ്പറേച്ചർ ഇതുപോലെ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് അതൊന്ന് തൊട്ട് നോക്കിയിട്ട് അതിൽ ഷുഗറിൻ്റെ തരികളൊന്നും ഫീൽ ചെയ്യണില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതായത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് എഗ് വൈറ്റിൽ ഡിസോൾവ്ഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഇനി ഈ എഗ് വൈറ്റിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സ്റ്റിഫ് പീക്കാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ എഗ് വൈറ്റും ഷുഗറും കൂടെ ഉള്ള ആ മിക്സ് നന്നായിട്ട് സ്റ്റിഫ് പീക്കാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗ്ലോസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആൽമണ്ട് പൗഡറിൻ്റെയും ഷുഗർ പൗഡറിൻ്റെയും കൂടെ മിക്സ് കുറേശ്ശായിട്ടൊന്ന് ഇട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ കളറ് ഒരു സിംഗിൾ കളറാണെങ്കിൽ എഗ് വൈറ്റിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം നമ്മൾ ഈ ഒരു മിക്സിങ് പ്രോസസ്സിന് മാക്രോണേജ് എന്നാണ് പറയുക. അത് ചെയ്യുമ്പോൾ ഒരിക്കലും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. രണ്ടായാലും കൺസിസ്റ്റൻസി വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാക്രോൺ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് എഗ് വൈറ്റിൽ കളർ ചേർക്കുകയാണ്. ഞാനിവിടെ ഈ ഒരു ബാറ്ററിൽ തന്നെ പല കളറും ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ എഗ് വൈറ്റിൽ കളർ ചേർക്കാതിരുന്നത്. ആൽമണ്ട് ഫ്ലോർ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജാണ് കേട്ടോ മാക്രോണിൻ്റെ ക്രൂഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ മാക്രോണേജ് എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പോൾ അതിൽ ഓവർ മിക്സ് ആവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ ബൗളിൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുത്ത് വീണ്ടും ഫോൾഡ് ചെയ്തെടുത്ത് മിക്സ് ചെയ്യണം. നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. നമ്മൾ ബാറ്ററിൽ നിന്ന് സ്പാച്ചുല ഉയർത്തി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാതെ വീഴുന്ന അത്രയും ഒരു പാകത്തിന്, അത് കൂടുതൽ റണ്ണി ആവാനും പാടില്ല കേട്ടോ. ഞാനൊരു 8 ഇട്ട് നോക്കുക ചെയ്യാറ്. അപ്പോൾ അത് ബ്രേക്ക് ആവണില്ലെങ്കിൽ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് 3 ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിങ്കിൻ്റെ ഡാർക്കും ലൈറ്റും പിന്നെ ഒന്ന് വൈറ്റ് ആയിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ കളർ ചേർക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കളർ നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൂടുതലിട്ട് ഇളക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററി റണ്ണി ആവും, അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. കൺസിസ്റ്റൻസി മാറിക്കഴിഞ്ഞാൽ, അതായത് ബാറ്റർ ഒന്നുകൂടെ റണ്ണി ആയിക്കഴിഞ്ഞാൽ പൈപ്പ് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. പിന്നെ മാത്രമല്ല മാക്രോണ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്കായി വരില്ല. അപ്പോൾ 3 കളേഴ്സും പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് സാധാരണ നമ്മൾ റൗണ്ട് ടിപ്പുള്ള നോസിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇത് നോസിലൊന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ടൊന്ന് പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് പൈപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഒരു സിലിക്കോണിൻ്റെ മാക്രോൺ ഷീറ്റിലാണ് കേട്ടോ പൈപ്പ് ചെയ്യുന്നത്. ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്താലും മതി. ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് സർക്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒരു പേപ്പറിൽ നമ്മൾ സർക്കിൾസ് വരച്ച് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് പേപ്പർ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ സർക്കിൾസ് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു അളവിൽ അങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു അളവ് വെച്ച്, അതായത് നമ്മളിപ്പോൾ മെഷർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു അളവ് വെച്ചിട്ട് മാക്രോൺസ് ഉണ്ടാക്കുകയാണെങ്കിൽ 30 ഷെൽസ് ഉണ്ടാവും മാക്രോൺസിൻ്റെ, അതായത് 15 മാക്രോൺസ്. അപ്പോൾ പൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ആ ഒരു സ്റ്റേജിലാണ് നമ്മളിതിനെ അവനിലോട്ട് മാറ്റേണ്ടത്. ഒരു 15-20 മിനിറ്റ്, ചിലപ്പോൾ 30 മിനിറ്റോ 40 മിനിറ്റോ ഒക്കെ ആകാറുണ്ട്. അത് ഓരോ ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിട്ട് അതിനെ അവനിലോട്ട് മാറ്റി ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലോട്ടാണ് കേട്ടോ മാറ്റുന്നത്. 140 ഡിഗ്രി നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 140 ഡിഗ്രിയിലൊരു 14 മിനിറ്റ് 15 മിനിറ്റൊക്കെയാണ് ബേക്ക് ചെയ്യേണ്ടി വരിക സാധാരണ. നിങ്ങളുടെ അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മാക്രോൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മാക്രോണിൻ്റെ ഫീറ്റ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ടാണ്. റെസ്റ്റ് ചെയ്യുമ്പോൾ മുകളിലൊരു സ്കിൻ ഫോം ചെയ്യും. അപ്പോൾ അവനിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെ എയർ എസ്കേപ്പ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ബോട്ടം പോർഷനിലൂടെ എയർ എസ്കേപ്പ് ചെയ്യും. അങ്ങനെയാണ് ആ സൈഡിൽ ആ ഒരു ഡിസൈൻ വരുന്നത്.
പിന്നെ ഈ മാക്രോൺസിൻ്റെ ഫില്ലിങ്ങിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ബട്ടർ ക്രീം തന്നെയാണ്. നേരത്തെ കേക്കിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ ക്രീമിൻ്റെ ബാക്കിയാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കളർ ആഡ് ചെയ്യാത്ത മാക്രോൺസിൻ്റെ മുകളിൽ എഡിബിൾ മെറ്റാലിക് സ്പ്രേ യൂസ് ചെയ്ത് കളർ ചെയ്തിട്ടുണ്ട്, റോസ് ഗോൾഡും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മാക്രോണിൻ്റെ റെസിപ്പി വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാക്രോൺസും മെറൈൻ കുക്കീസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കേക്കിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്കിലൊന്ന് പോയി ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ മാക്രോൺസിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. We hope you like this video. Don't forget to like, share and subscribe. See you soon with another video. Until then, take care and bye.